ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ആദ്യത്തേത്, ദ EM വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സലറേറ്റഡ് ഓർ ഓസിലേറ്റിംഗ് ചാർജസ്. നമുക്കറിയാവുന്നതാണ്, സൈക്ലോട്രോൺ ആണ് ഒരു ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഡിവൈസ്. LC ഓസിലേറ്റർ ആണ് ഒരു ഇലക്ട്രിക് ചാർജിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസുകൾ ഉപയോഗിച്ച് ഒരു ചാർജിനെ ആക്സലറേറ്റ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആക്സലറേറ്റിംഗ് ചാർജസിന് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജസിന് ആരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഒരു EM വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അടുത്തത്, ദീസ് വേവ്സ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ലൈറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് മുന്നേ അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്കും ട്രാവൽ ചെയ്യാനായിട്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മീഡിയം ആവശ്യം ഇല്ല. ലൈറ്റിന് മാത്രമല്ല, ലൈറ്റിൻ്റെ കൂടെയുള്ള ബാക്കി 6 പേർക്കും, മൊത്തം 7 പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത്. ലൈറ്റിന് മീഡിയം ആവശ്യമില്ലെങ്കിൽ ബാക്കിയുള്ള ഒരാൾക്കും മീഡിയം ആവശ്യമില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മീഡിയം ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടൊരു പോയിന്റ് പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായിട്ട് മീഡിയം ആവശ്യമില്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകൾ അതിലൊക്കെ പഠിച്ചൊരു കാര്യമാണ് റിലേഷൻ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി. അതാണ് ശരിക്കും C=1/√μ0ε0. മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ്, ഒന്നുകൂടി ഓർത്തെടുക്കാം. ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ സ്പേസ് C=1/√μ0ε0. അതിൽ μ0 എന്ന് പറയുന്നത് എന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. രണ്ടുപേർക്കും അവരുടേതായ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 × 10⁸ m/s എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ടോപ്പിക് ഇതായിരുന്നു, ഹെഡിങ് ഇതായിരുന്നു, റിലേഷൻ ബിറ്റ്വീൻ പെർമിബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി. അവർ നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷനാണ് C=1/√μ0ε0. ഈ C എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം ആണ്. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം തന്നെയാണ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ശരിക്കും തിരിച്ചാണ് പറയേണ്ടത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അതേ വെലോസിറ്റി തന്നെയാണ് ലൈറ്റിന്. നമുക്ക് ലൈറ്റ് മുന്നേ പരിചയമുള്ളതുകൊണ്ട് ലൈറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് C, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റിയാണ് C, which is equal to 1/√μ0ε0. ഇനി ഇതൊരു മീഡിയം ആണെങ്കിൽ μ0 എന്ന് പറയുന്നത് എന്താ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഒരു മീഡിയത്തിൽ കൂടിയുള്ള വെലോസിറ്റി ആണെങ്കിൽ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഒരു മീഡിയത്തിൽ കൂടിയുള്ള വെലോസിറ്റി ആണെങ്കിൽ μ0 മാറി μ ആകും, ε0 മാറി എപ്സിലോൺ ആകും. μ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് മീഡിയം, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ഈസ് ഗിവൺ ബൈ C=1/√μ∗ε. ഇനി അടുത്തത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ട് പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് EM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും EM വേവും എല്ലാവരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ റിലേറ്റഡ് ബൈ C=E/B. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പരിചിതമുള്ളതാണ്. വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചതാണ്. C=E/B, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള ഒരു റിലേഷനായിട്ട് പറയുന്നു. The magnitudes of electric and magnetic fields are related by C=E/B. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ
ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി അറിയണമെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എടുക്കുക, അതിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി ലഭിക്കും. ഇനി അടുത്തത്, ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഹാവ് capability ടു ക്യാരി എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലൈറ്റുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ലൈറ്റ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലൈറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെയാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റുമായി നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനർജി ക്യാരി ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അടുത്തത്, ദ എനർജി ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ EM വേവിന് ഒരു എനർജി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ആ എനർജി ആര് കൊടുക്കുന്നു? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുന്നു? നേർ പകുതിയായിട്ട് കൊടുക്കുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ 100 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി എന്ന് വിചാരിക്കുക. ഒരു EM വേവിൻ്റെ എനർജി 100 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിൽ 50 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രിക് ഫീൽഡും ബാക്കിയുള്ള പകുതി 50 ഇലക്ട്രോൺ വോൾട്ട് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കും. നേരെ പകുതിയായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് എനർജി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു EM വേവിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ടോട്ടൽ എനർജി ആയിരിക്കും. അതും രണ്ടുപേരും തുല്യമായിട്ടാണ് ആ EM വേവിന് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ദ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് U is equal to half epsilon 0 E square plus half B square divided by mu 0. എന്താണ് ഈ എനർജി ഡെൻസിറ്റി? എനർജി പെർ യൂണിറ്റ് വോളിയമാണ് എനർജി ഡെൻസിറ്റി. നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളൊരു എനർജി ഡെൻസിറ്റി പഠിച്ചിരുന്നു. ആ എനർജി ഡെൻസിറ്റിയാണിത്, ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഇത് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എനർജി ഡെൻസിറ്റിയാണ്. ഹാഫ് ഒരു നമ്പർ, എപ്സിലോൺ 0 അറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡുമാണ്. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഹാഫ് നമ്പർ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡുമാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിലും ഒരു എനർജി ഡെൻസിറ്റി പറയാം. ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഹാഫ് അങ്ങനെ തന്നെ ഇട്ടു, E സ്ക്വയറിന് പകരം B സ്ക്വയർ കൊടുത്തു, എപ്സിലോൺ 0ന് പകരം 1/μ0 കൊടുത്തു. നമുക്കറിയാം 1/ε0ന് പകരം മാഗ്നറ്റിസത്തിലുള്ള ആളാണ് μ0, അല്ലെങ്കിൽ എപ്സിലോൺ 0ന് പകരം 1/μ0. അപ്പോൾ ഹാഫ് B സ്ക്വയർ ബൈ μ0 മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എനർജി ഡെൻസിറ്റിയും ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എനർജി ഡെൻസിറ്റിയുമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റി എന്തായിരിക്കും? രണ്ടിൻ്റെയും സമ്മാണ്. U ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ പ്ലസ് ഹാഫ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ μ0. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ബീയിങ് അൺചാർജ്ഡ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. നമ്മുടെ കയ്യിൽ ഒരു ചാർജോ അല്ലെങ്കിൽ ഒരു ചാർജഡ് പാർട്ടിക്കിളോ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലോ അതുമല്ലെങ്കിൽ രണ്ടിൽ കൂടിയോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. ഒരു ചാർജഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ കൂടെയോ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെയോ അല്ലെങ്കിൽ രണ്ട് ഫീൽഡിൽ കൂടി ഒരുമിച്ചോ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിൽ അല്ലെങ്കിൽ ആ ചാർജഡ് പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. നമുക്കറിയാവുന്നതാണ്. ഒരു ന്യൂട്രൽ പാർട്ടിക്കിളാണ് പോകുന്നതെങ്കിലോ പ്രത്യേകിച്ച് ഫോഴ്സൊന്നും എക്സ്പീരിയൻസ് ചെയ്യില്ല, അവിടെ യാതൊരു വിധത്തിലുള്ള ഡിഫ്ലക്ഷനും ഉണ്ടാവുകയില്ല. അതേ രീതി തന്നെയാണ് ഇവിടെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടിയോ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടിയോ രണ്ടിൽ കൂടിയും ഒരുമിച്ചോ EM വേവ് പോവുകയാണെങ്കിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് EM വേവിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സും എക്സൈറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ EM വേവ് എങ്ങോട്ടും ഡിഫ്ലക്റ്റും ചെയ്യുകയില്ല. When an EM wave falls on a surface, it exerts pressure on the surface and that pressure is known as radiation pressure. It has an equation PR is equal to I divided by C, where I is the intensity, C is the velocity.
ഒരുപക്ഷെ നമുക്കിതൊരു പുതിയ അറിവായിരിക്കും. EM വേവുകൾ ഏതെങ്കിലും ഒരു സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ സർഫസിൽ ഒരു പ്രഷർ എക്സൈറ്റ് ചെയ്യാനായിട്ട് EM വേവിന് പറ്റും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ പ്രഷർ. P⁻R എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു I/C. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EM വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ EM വേവിന് തന്നെ വെലോസിറ്റിയുമാണ്. ഒരു എക്സാമ്പിൾ പറയാം. സണ്ണിൽ നിന്ന് സൺലൈറ്റ് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലാണ് വന്ന് വീഴുന്നത്. എൻ്റെ കൈ ഒരു സർഫസാണ്. അപ്പോൾ സൺലൈറ്റ് എൻ്റെ കയ്യിൽ വന്ന് വീഴുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്യേണ്ടതാണ്? ഒരു പ്രഷർ ഫീൽ ചെയ്യേണ്ടതാണ്. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയേഷൻ പ്രഷർ. അതിനൊരു ഇക്വേഷനുണ്ട്, I/C എന്ന് പറയുന്ന ഇക്വേഷനുമാണ്. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ? സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ഒരല്പം ചൂടൊക്കെ അനുഭവപ്പെടുമെങ്കിലും ഒരു പ്രഷർ നമുക്ക് ഒരു ഫീൽ ചെയ്യാറുണ്ടോ? നമ്മുടെ ശരീരത്ത് ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അവിടെ പ്രഷർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ പ്രഷറിനുള്ള ഇക്വേഷൻ I/C ആണ്. എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാത്തത്? വേറെ ഒന്നും കൊണ്ടല്ല, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന C അത് വെലോസിറ്റി ഓഫ് EM വേവ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ ആണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സിയുടെ വാല്യൂ വളരെയധികം കൂടുതലായതുകൊണ്ട് ആ റേഡിയേഷൻ പ്രഷറിൻ്റെ വാല്യൂ വളരെയധികം കുറവായിരിക്കും. വളരെ ചെറിയൊരു വാല്യൂ മാത്രമേ ആ റേഡിയേഷൻ പ്രഷറിന് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. സൺലൈറ്റ്, ലൈറ്റ്, വിസിബിൾ ലൈറ്റ് EM വേവാണ്. നമ്മുടെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ ഒരു പ്രഷർ എക്സൈറ്റ് ചെയ്യും, പക്ഷേ ആ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാറില്ല. അതിന് കാരണം ഇതാണ്. അതിൻ്റെ ഇക്വേഷനിൽ വെലോസിറ്റി ഓഫ് EM വേവ് കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അതിൻ്റെ വാല്യൂ വളരെ വലുതായതുകൊണ്ട് റേഡിയേഷൻ പ്രഷർ നമുക്ക് നമ്മുടെ ദേഹത്ത് വന്ന് തട്ടുമ്പോൾ ആ റേഡിയേഷൻ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എനർജി ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് EM വേവുകൾക്ക് എനർജിയെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലീനിയർ മൊമെൻറ്റവും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്പോർട്ട് ലീനിയർ മൊമെൻറ്റം ആസ് എ ട്രാവൽ ത്രൂ സ്പേസ്. സ്പേസിൽ കൂടി ഒരു EM വേവ് പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു EM വേവിന് നമ്മുടെ ലീനിയർ മൊമെൻറ്റം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, P=U/C. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മൊമെൻറ്റമാണ്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയും, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റിയുമാണ്. ഇവിടെയും അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം വളരെയധികം ചെറുതാണ്. അത് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ വാല്യൂ ഒക്കെ 10⁻⁻⁶ എന്ന് പറയുന്ന റേഞ്ചിലൊക്കെയാണ്, വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം. C എന്ന് പറയുന്ന ആ വെലോസിറ്റി ഡിനോമിനേറ്ററിലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് റേഡിയേഷൻ പ്രഷർ കാര്യമായിട്ട് നമ്മുടെ ദേഹത്ത് ഫീൽ ചെയ്യാത്തത്? അവിടെയുള്ള റേഡിയേഷൻ പ്രഷറിൽ PR=I/C ആയിരുന്നു. C ഡിനോമിനേറ്ററിലാണ്. സിയുടെ വാല്യൂ വളരെയധികം കൂടുതലായതുകൊണ്ട് റേഡിയേഷൻ പ്രഷർ വളരെയധികം കുറവാണ്. അതേ റീസൺ തന്നെയാണ് ഇവിടെ ലീനിയർ മൊമെൻറ്റം അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ വാല്യൂ വളരെയധികം ചെറുതാണ്. P=U/C. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി, അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്, 3 × 10⁸ ആണ്. അപ്പോൾ അത് വളരെ വലുതായതുകൊണ്ട്, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന C വളരെ വലുതായതുകൊണ്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മൊമെൻറ്റം വളരെയധികം ചെറുതായിരിക്കും. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒബേ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സാധാരണ എന്താണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ? വേവുകൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് തന്നെയാണ്. സാധാരണ വേവുകൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത് പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്.